പാലക്കാട് നെന്മാറയിൽ കോൺഗ്രസിന്റെ DFO ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത കെ മുരളീധരൻ സംസാരിക്കുകയാണ്. അതിലേക്ക് ഈ പൊരി വെയിലത്തും പ്രത്യേകിച്ച് പാലക്കാടൻ ചൂടിലും ഇത്രയും നല്ലൊരു മാർച്ച് നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചൊരു പ്രധാന ഘടകം മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ മാർച്ച്. ഇവിടെ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വന്യമൃഗങ്ങളാണ്. ഇപ്പോൾ മുമ്പ് 1972 ഒരു വന്യജീവി നിയമം കേന്ദ്രത്തിൽ കൊണ്ടുവന്നു. പക്ഷെ അത് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അന്ന് പലപ്പോഴും മനുഷ്യർ വനങ്ങളിൽ പ്രവേശിച്ച് വന്യജീവികളെ കൊന്നൊടുക്കിയൊരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല, പല വന്യമൃഗങ്ങൾക്കും വംശനാശം സംഭവിക്കുന്ന കാലമായി. എന്നാൽ ഇന്നത്തെ അവസ്ഥ, മനുഷ്യനെ വന്യമൃഗങ്ങൾ നാട്ടിൽ വന്ന് ആക്രമിക്കുന്ന സ്ഥിതിയാണ്. അതാണ് 72 അല്ല 2025 എന്ന് പറയാൻ കാരണം. ഇപ്പോൾ 1972 കൊണ്ടുവന്ന ഒരു നിയമം അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നുവെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പം തന്നെ പല വന്യമൃഗങ്ങളും നഗരങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമിച്ച് അമ്മയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു മകൻ മരണപ്പെട്ടു. കേരളത്തിൻ്റെ പല ഭാഗത്തും വന്യമൃഗങ്ങൾ നടുറോഡിലേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചാലക്കുടി നഗരം എന്ന് പറഞ്ഞാൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയാണ്. ആ ചാലക്കുടി ടൗണിൽ കഴിഞ്ഞ ദിവസം ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളെ ചാലക്കുടീനെ വനപ്രദേശമാക്കാൻ പറ്റും? അത് മുനിസിപ്പാലിറ്റി ആയിട്ട് കാലങ്ങളായി. 1974 കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി ആയതാണ്. ആ മുനിസിപ്പാലിറ്റിന് വനപ്രദേശമാക്കാൻ പറ്റുമോ? കാരണം വന്യജീവികൾ ഇറങ്ങുന്നപ്പോൾ ഇതുപോലെ നഗരങ്ങളിലാണ്. ഇപ്പം കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒട്ടും ആത്മാർത്ഥയില്ല എന്നാണ് ഈ പ്രവൃത്തി തോന്നിയത്. ഞാൻ പറയുന്നു, 1-ാം പ്രതി നരേന്ദ്രമോദിയും 2-ാം പ്രതി പിണറായി വിജയൻ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുന്ന വഖഫ് ഭേദഗതി നിങ്ങൾ ഒരു രാവും പകലും മുഴുവൻ ചർച്ച ചെയ്ത് നിങ്ങൾ പാസ്സാക്കി. കാരണം നിങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ധാർഷ്ട്യത്തിൽ. അതുകൊണ്ടാണല്ലോ മുനമ്പത്തൊക്കെ വന്ന് പറയുന്നത്, മുനമ്പത്തെ ജനങ്ങൾക്ക് രക്ഷ. എന്ത് രക്ഷ? മുനമ്പ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആ ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോഴും ട്രിബ്യൂണലിലും കോടതിയിലൊക്കെ ഇരിക്കുകയാണ് പ്രശ്നം. മാത്രമല്ല, ഈ പാസ്സാക്കിയ നിയമത്തിന് പൂർവ്വകാല പറമ്പിലുമില്ല. അതുകൊണ്ട് ഈ മുനമ്പ് ഇതുമായിട്ട് കടലും കടലാടിയായിട്ടുള്ള ബന്ധമുള്ളൂ. ഈ നിയമം, ഇവർ പാസ്സാക്കിയ നിയമം കൊണ്ടൊന്നും മുനമ്പത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അത് പിണറായിക്ക് രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് UDF സർക്കാർ അവരെ രക്ഷിക്കും എന്ന് അടിവരയിട്ട് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ വഖഫ് നിയമം പാസ്സാക്കാൻ നിങ്ങൾ എടുത്ത താല്പര്യം, അത് ഭേദഗതിയല്ലേ നിങ്ങൾ പാസ്സാക്കിയത്? പിന്നെ നിങ്ങൾക്ക് സാധാരണക്കാരന് ആവശ്യപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന നിയമം നിങ്ങൾക്ക് എന്തുകൊണ്ട് പാർലമെന്റിൽ പാസ്സാക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല? ഞങ്ങളുടെ BJPയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ, ഞാൻ അദ്ദേഹം അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റായി ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് പോലും വന്യജീവി നിയമം ഭേദഗതി ചെയ്യാനുള്ള, അതിൽ ഞാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഒരു വാക്ക് ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? അവരുടെ വോട്ട് കിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. നിങ്ങൾ പറയുന്ന മുനമ്പത്തെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത്, അല്ലാണ്ട് മുനമ്പത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളിവിടെ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ടുണ്ടാക്കാൻ നോക്കുക. അത് തന്നെയാണ് BJP നോക്കുന്നത്, അത് തന്നെയാണ് മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ നോക്കുന്നത്. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ. ഭേദഗതി ചെയ്യുന്നില്ല. ഇപ്പം പണ്ട് കാലത്ത് നോക്കാനും പുരാണങ്ങളിലൊക്കെ ഈ രാജാക്കന്മാർ നായാട്ടിന് പോയിരുന്ന എന്തിനാ? മൃഗങ്ങൾ പെറ്റുപെരുകുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി. പണ്ട് കാലത്ത് രാജാക്കന്മാർ വേട്ട നടത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പുരാണത്തിൽ തന്നെയുണ്ട്.
മറ്റേ പന്തളം രാജാവിന് മണികണ്ഠനെ കിട്ടിയത് എങ്ങനെയാ? മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല, നായാട്ടിന് പോയപ്പോഴാണ്. കാരണം പന്തളം രാജ്യത്ത് അവിടെയുള്ള കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് പന്തളം രാജാവ് വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. ആ വേട്ടയിലാണ് കാട്ടുപ്രദേശത്ത് വെച്ച് മണികണ്ഠനെ, അതായത് പുരാണത്തിൽ പറയും. അപ്പം ഞാൻ രാജാക്കന്മാർ പോലും വേട്ടയാടിയിരുന്നത്. ഇപ്പം ഇന്ന് മറ്റേ ശബരിമലയിൽ ഇന്ന് പള്ളിവേട്ടയാണ്. അയ്യപ്പൻ മുൻപ് വേട്ടയ്ക്ക് പോയതിൻ്റെ ഓർമ്മയാണ് പള്ളിവേട്ട. എന്തിനാ അയ്യപ്പൻ പോയത്? പള്ളിവേട്ടയ്ക്ക് പോയത് എന്തിനാ? അത് രാജകുമാരനായിരുന്നപ്പോൾ മൃഗങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ നടത്തിയ വേട്ടയാണ്. അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോഴും എല്ലാ വർഷവും ശബരിമല ഉത്സവത്തിൽ പള്ളിവേട്ട നടത്തുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രം ഇപ്പോഴത്തെ ഒരു അവസ്ഥ, വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നാലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക, അതാണ് നരേന്ദ്രമോദിയുടെയും പിണറായിൻ്റെയും നയം എന്ന് പറയും. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഈ വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക, അത് കേന്ദ്രം ചെയ്യേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ കേന്ദ്രത്തിനെ വിമർശിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിലേറെ മാരകമായിട്ടൊരു നിയമം കൊണ്ടുവരാൻ നോക്കി, വനസംരക്ഷണ നിയമം. ആ നിയമം സത്യത്തിൽ വരാതിരുന്നത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ മലയോര സമരജാഥയാണ്. ഇനി ആ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് നിലമ്പൂരിൽ കാട്ടാന ഇറങ്ങിയ ഒരാളെ ചവിട്ടിക്കൊണ്ടപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ MLA അൻവറിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നു. സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനനിയമം പാസ്സാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. മൃഗങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള പേരിൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന ഒരു നിയമമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ നോക്കിയത്. അതിനെ തടയാൻ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര സമരജാഥയ്ക്ക് അന്ന് സാധിച്ചു. അത് വലിയൊരു മാറ്റമാണ്. കാരണം അധികാരം കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യത്തിനേറ്റ ശക്തമായ തിരിച്ചടിയായിരുന്നു ആ മലയോര സമരജാഥ. ഇപ്പോൾ ഇവിടെ സംസ്ഥാനം കൊണ്ടുവരുന്ന നിയമം എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഒരു കാട്ടാനയോ കടുവയോ ഒരാളെ കൊല്ലാൻ വരുമ്പോൾ അതിനെ നമ്മൾ ഉമ്മ വെച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഉമ്മ വയ്ക്കാൻ പോയാൽ ഉമ്മ വയ്ക്കുന്നതിൻ്റെ ഡെഡ് ബോഡി പോലും പിന്നെ കാണില്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വനനിയമം അങ്ങനെയാണ്. മുള്ളം പന്നിയെ അല്ലെങ്കിൽ കാട്ടുപന്നിയെ വേണമെങ്കിൽ ഇപ്പം അത്യാവശ്യം വെടിവെച്ച് കൊല്ലാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വെടിവെച്ച് കൊന്നാൽ മനുഷ്യനെ സംസ്കരിക്കുന്നതിനേക്കാൾ രാജോചിതമായി അതിനെ സംസ്കരിക്കണം എന്നാണ് കേരളത്തിൻ്റെ നിയമം. ഞാൻ പറയുന്നത് കാട്ടുപന്നീനെയൊക്കെ വെടിവെച്ചിട്ട് അത് കഴിക്കുന്നവർ കഴിച്ചോട്ടെ, ഏതായാലും വെടിവെച്ച് വന്നല്ലോ, പിന്നെ അതിനെ സംസ്കരിക്കാൻ നിൽക്കണം. മറ്റേ ഇനിയിപ്പോൾ 101 ആചാര വെടിയുടെ കുഴപ്പം കൂടിയുണ്ട്, അതും കൂടെ ബാക്കിയുണ്ട്. അത് കഴിക്കുന്ന മറ്റേ പന്നിയിറച്ചി കഴിക്കുന്നവർ കഴിച്ചോട്ടെ. ഇപ്പം ഞാനും അധ്യക്ഷനൊന്നും കഴിക്കുന്നില്ല, ബാക്കി കഴിക്കേണ്ടവർ നമ്മുടെ പഴയ കാലത്തിലും കഴിക്കുന്നില്ല, ബാക്കി കഴിക്കേണ്ടവർ വിജയകൃഷ്ണനൊക്കെ ആണെങ്കിൽ കഴിക്കാം. അപ്പം ഈ കാട്ടുപോത്തിനെയും മുള്ളംപന്നീനെയും ഒക്കെ, അതുപോലെ കാട്ടുപോത്തിൻ്റെ ശല്യം എല്ലായിടത്തും ആയിരിക്കും. അപ്പം കഴിഞ്ഞ ആഴ്ച കണ്ണമൂല എൻ്റെ പഴയ നിയോജകമാണ്, തിരുവനന്തപുരം ടൗണാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാർഡാണ്. വിജയേഷന് അറിയാം, വിജയേഷിൻ്റെ പാർട്ടിയിലെ സാജുവിൻ്റെ ഒക്കെ വാർഡാണ്. അവിടെ ഒരു കാട്ടുപോത്ത് CCTVയിൽ പതിഞ്ഞിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് AKG സെൻറ്ററിൻ്റെ ആ അടുത്താണ് ഈ കണ്ണമൂല എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ അതുപോലെ ചാലക്കുടി ഞാൻ നേരത്തെ പറഞ്ഞ പുലി ഇറങ്ങി. മാനന്തവാടിയിലാണ് ഗേറ്റ് തകർത്തൊരു കർഷകനെ കാട്ടാൻ, മാനന്തവാടി മുനിസിപ്പാലിറ്റീൻ്റെ അകത്ത്, വനപ്രദേശത്തല്ല, മുനിസിപ്പാലിറ്റീൻ്റെ അകത്താണ് കഴിഞ്ഞ വർഷം കാട്ടാന വന്ന് ഒരു കർഷകന്റെ വീട് ചവിട്ടി പൊളിച്ച്, നിങ്ങൾ TV-യിലൊക്കെ കണ്ടില്ലേ, ചവിട്ടി പൊളിച്ച് വന്ന ആ കർഷകനെ ചവിട്ടിക്കൊണ്ടു. അപ്പൊ ഇങ്ങനെ പല പ്രദേശങ്ങളിലും ഇതാണ് അവസ്ഥ. ഞാൻ ചോദിക്കുന്നത്
കാട്ടാനകളെ പിടിച്ച് നാട്ടാനയാണ്. വല്ല കുഴപ്പമുണ്ടായോ ആനകൾക്ക്? ഉത്സവങ്ങളിലൊക്കെ എഴുന്നള്ളിക്കാൻ ഇഷ്ടം പോലെ ആനേനെയും കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? ഇപ്പൊ ആനേനെ വന്നു കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് ഓടിക്കുക. പോയ ആന മയക്കുവെടിയൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് മയക്കുവെടി വെക്കുക. അപ്പൊ എന്താ പറ്റുക? മൂന്നാമത് വെക്കേണ്ടി വരില്ല, ആന ചത്തു. അതിനേക്കാൾ നല്ലത് അതിനെ പിടിച്ച് നാട്ടാനയാക്കിയാൽ ആനയ്ക്ക് സുഖമാണ്, നാട്ടുകാർക്ക് ആശ്വാസമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമത്തിലേക്ക് നമ്മൾ പോകുന്നില്ല? പിന്നെ വരുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാൻ, ഞാൻ പറയാം, മയക്കുവെടി വെക്കാനുള്ള തോക്കുവലുമാരെ കയ്യിലില്ല. ഈ നൂറ്റാണ്ടില് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയൊക്കെ നമ്മുടെ നാട് മുന്നേറിയിട്ട് മയക്കുവെടി വെക്കാനുള്ള ആയുധം പോലും കയ്യിലില്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് വകുപ്പ് കൂടെ എന്തിനാ? കഴിഞ്ഞ ദിവസം മറ്റേ CPI നേതാവ് C. ദിവാരം പറഞ്ഞു, ഇവിടെ PSCയുടെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാ. കാരണം PSCയുടെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ റാങ്ക് ഹോൾഡർമാർ സമരം നടത്തില്ലല്ലോ. സെക്രട്ടറിയേറ്റ് മുമ്പിൽ സമര റാങ്ക് ഹോൾഡർമാരുടെ, പോലീസ് ഉദ്യോഗസ്ഥരാവട്ടവരാ. എൻ്റെ മുമ്പിലുള്ള യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കേണ്ട ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്നത്. കാരണം അവിടെ PSC ലിസ്റ്റ് 19 ക്യാൻസൽ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ PSCയുടെ ആവശ്യമുണ്ടോ? കാരണം PSC ചെയർമാന് ശമ്പളം കൂട്ടി, ആശാ വർക്കർമാർക്ക് 4 അണ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ PSCയുടെ ചെയർമാന് 2,20,000 രൂപയിൽ നിന്ന് 3,80,000 രൂപയായിട്ട് ശമ്പളം കൂട്ടി. PSC അംഗങ്ങൾക്ക് 3,80,000 ശമ്പളം കൂട്ടി. പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 7,000 എന്നുള്ളത് ഒരു 10,000 ആക്കാൻ കെഞ്ചിയിട്ട് ഈ കഠിന ഹൃദയനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതേപോലെ സമരം നിർത്തി പോയിക്കോ, ഒരു കാശ് ഞാൻ കൂട്ടിത്തരില്ല, വേണമെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്താൽ ഞാനും കൂടെ വരാം. ഇതാണോ മുഖ്യമന്ത്രിയുടെ നിലപാട്? ഇതാ കേന്ദ്രത്തിൻ്റെ സമരം ചെയ്യാൻ ആൾക്കെന്താ നട്ടലില്ലേ? ഞങ്ങൾക്ക് നട്ടലുണ്ട്, പിണറായിക്ക് നട്ടലില്ല. കാരണം അങ്ങനെ സമരവുമായിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പോയാൽ CMR കമ്പനിയും എക്സലോജിക്കലായിട്ടുള്ള ഇടപാടൊക്കെ മണിമണിയായിട്ട് പുറത്തു വരും. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അച്ഛനും മോനെ എവിടെ പോകുന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. ഇതാണ് പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് പോലും കൊടുക്കാൻ നിങ്ങൾക്ക് കാശില്ല. അതേസമയത്ത് PSC ചെയർമാന് കാശ് കൂട്ടുന്നു, ശമ്പളം കൂട്ടുന്നു, PSC അംഗങ്ങൾക്ക് കൂട്ടുന്നു. ഇതിനെല്ലാം പുറമെ അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ PSC ആവശ്യമുണ്ടോ എന്ന് CPIയുടെ നേതാവ് C. ദിവാരൻ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, നമുക്കൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ടോ? അലറി പാഞ്ഞു വരുന്ന ആനയെ കാട്ടാനയെ വെടിവെക്കാനുള്ള സംവിധാനമില്ല, മയക്കുവെടി വയ്ക്കാനുള്ള സംവിധാനമില്ല, കടുവേനെ വെടിവെക്കാനുള്ള സംവിധാനമില്ല. പിന്നെ എന്തിനാ ഫോറസ്റ്റ്? നമ്മുടെ ഇതൊക്കെ പരാതി പറയേണ്ട ആരോടാന്ന് ചോദിച്ചാൽ നമ്മുടെ വനം മന്ത്രി ശശീന്ദ്രനോടാണ് പരാതി പറയേണ്ടത്. മൂപ്പരുടെ ഇരിപ്പ് കണ്ടാൽ അയാൾക്കാണോ മയക്കുവെടി ഏറ്റവും? അതാണ് ഇവിടുത്തെ വനം മന്ത്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് 2 അഭിവദ്യ പിതാക്കന്മാർ, താമരശ്ശേരി പിതാവും തലശ്ശേരി പിതാവും പറഞ്ഞു, ഇവിടെ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? വളരെ ശരിയല്ലേ ചോദിച്ചത്. എന്തിനാണ് മന്ത്രി? അതിന് ഈ മന്ത്രി പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ പള്ളിയിൽ കുർബാന നടത്തിയാൽ മതി, സർക്കാരിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്ത് കാര്യമാണ് നോക്കുന്നത്? നിങ്ങൾക്ക് ഈ പാവം കർഷകരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ, ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്നും പാവപ്പെട്ട കർഷകരെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഈ സർക്കാരും ഈ വകുപ്പ് മന്ത്രിക്കും? ഒരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് മരിച്ചു വീണുകൊണ്ടിരിക്കുക. അവസാനത്തെ മരണമാണ് മുണ്ടൂരിലുണ്ടായത്. ഇത് പണ്ട് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ ബോർഡ് വയ്ക്കും, ഇവിടെ 22 പേർ മരിച്ചു, 23ാമൻ നിങ്ങളാവാതിരിക്കട്ടെ. അടുത്ത ദിവസം വേറെ ബോർഡ് വയ്ക്കും, ഇവിടെ 23 പേർ മരണപ്പെട്ടു, 24ാമൻ നിങ്ങളാവാതിരിക്കട്ടെ. ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ബോർഡ്, ഇവിടെ 24 പേർ മരണപ്പെട്ടു, 25ാമൻ നിങ്ങളാവാതിരിക്കും. അതുപോലെ ബോർഡ് വയ്ക്കുന്ന പോലെ ഓരോ മരണം കഴിയുമ്പോഴും ഇനി നിങ്ങളത് ആവാതിരിക്കട്ടെ എന്ന് ബോർഡ് വയ്ക്കാനല്ലാതെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വല്ല ഉപകാരവും. പിന്നെ മറ്റ് കാർഷിക രംഗത്തെ അവസ്ഥ അതിലേറെ തരികയാണ്. ഇനി നാട്ടിൽ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ
കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും വില കിട്ടുന്നില്ല. നെല്ല് സംഭരണം ഇപ്പം സംഭരിക്കുന്നു പറയും, ഇപ്പം ശരിയാക്കി തരാം. അവിടെ കുതിരാട്ടം ബബുവിൻ്റെ പോലെ ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം കാശ് വരും. എവിടെ കാശ്? ഞാൻ ചോദിക്കട്ടെ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സംസ്ഥാന വീതം കൊടുത്തിട്ട് എത്ര മാസമായി? 5 മാസമായില്ലേ? 5 മാസമായി വീതം കൊടുത്തിട്ട്. കേന്ദ്രത്തിനോട് ചോദിക്കുമ്പോൾ കേന്ദ്രം പറയുന്നത് എന്താ? ഞങ്ങളുടെ വീതം ഞങ്ങൾ കൊടുക്കും. സംസ്ഥാനം പറയുന്നത് എന്താ? കേന്ദ്രം തരുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുക എന്നല്ലാതെ ഒരു ഉപകാരം ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ടോ കേന്ദ്ര സർക്കാരിനെ കൊണ്ടോ ജനങ്ങൾക്കില്ല. കേന്ദ്ര സർക്കാരാണെങ്കിൽ പിന്നെ ആഴ്ചയ്ക്ക് കുക്കിംഗ് ഗ്യാസിന് വില കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഡീസലിനും പെട്രോളിനും തീരുവ വർദ്ധിപ്പിച്ചു. അങ്ങനെ ദ്രോഹം അവർ ചെയ്യാം. ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരു ദ്രോഹം. മന്ത്രിമാർക്ക് ദൂർത്തടിക്കാൻ കാശുണ്ട്, PSC ചെയർമാനും മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ കാശുണ്ട്. പക്ഷേ പാവപ്പെട്ട കർഷകരെ വന്യമൃഗങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ ശക്തിയില്ലാത്തൊരു ഗവൺമെൻറ്റായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മാറിയിരിക്കുക. അതുകൊണ്ട് മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, എൻ്റെ രക്തത്തിന് ആരും ദാഹിക്കേണ്ടെന്ന്. ഒരു ഗുണവുമില്ലാത്ത രക്തമാണ് ആ രക്തം. അതുകൊണ്ട് ആ രക്തം ആർക്കും വേണ്ട. പിന്നെ ഞാൻ രാജിവെക്കുമെന്ന് ആരും കരുതണ്ട. അത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ രാജിവെക്കട്ടെ, 1 കൊല്ലം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ ഈ ജന്മം നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. 9 കൊല്ലം ഞങ്ങളൊക്കെ സഹിച്ചല്ലോ. പണ്ടൊരു ചൊല്ലുണ്ട്, വേവോളം കാക്കാനുണ്ടെങ്കിൽ 6ഓളം കാക്കാൻ എന്താ പ്രയാസം. 9 കൊല്ലം എല്ലാം നമ്മൾ അനുഭവിച്ചല്ലോ. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. ഇനി 1 കൊല്ലം കൂടെ ഞങ്ങൾ അനുഭവിച്ചോളാം. പക്ഷേ പിന്നീട് പിണറായി വിജയൻ ഈ ജന്മത്തിൽ മുഖ്യമന്ത്രി എന്ന 4 അക്ഷരം അദ്ദേഹത്തിൻ്റെ പരിസരത്ത് കൂടെ പോയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് മൂന്നാമത് ഞാൻ വരും, ഞാൻ തന്നെ മുഖ്യമന്ത്രി. വയസ്സ് 80 ആവാനായി. എന്നിട്ട് വരെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ബാക്കി എല്ലാവരും വയസ്സായി. 75 വയസ്സ് കഴിഞ്ഞ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും വയസ്സായി. തോമസ് ഐസക്കിനും വയസ്സാകാൻ പോകുന്നു, സുധാന് വയസ്സായി കഴിഞ്ഞു, ഇവർക്കൊക്കെ വയസ്സായി. പക്ഷേ 80 വയസ്സായിട്ടുള്ള പിണറായി വിജയൻ നല്ല പൂർണ്ണ ആരോഗ്യം ചെറുപ്പക്കാരനായിട്ട് പറഞ്ഞൊരു പാർട്ടിയല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ MA ദേവി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം ആര് വേണമെങ്കിൽ ജനറൽ സെക്രട്ടറി ആവട്ടെ. പക്ഷേ കഴിഞ്ഞ മാസം വരെ എന്തായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിനെ കാണുമ്പോൾ മടിക്കുത്തഴിച്ചിട്ട് വരും. എന്താ? കാശ് വേണമെങ്കിൽ കേരളത്തിന് കൊടുക്കണം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ ഇരിക്കാനേ പറ്റൂ. ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശ് വേണമെങ്കിൽ കേരളത്തിന് കൊടുക്കണം. ഇതിപ്പോൾ ബേബി ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിനെ കാണുമ്പോൾ ഏതായാലും മണിക്കൂർ തയ്ച്ചിട്ടുണ്ടാ. കാരണം രണ്ടുപേരും കേരളക്കാരായതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അതല്ലാതെ ആര് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാലും ആര് സംസ്ഥാന സെക്രട്ടറി ആയാലും ഈ നാടിന് ഒരു ഗുണവുമില്ല. പിന്നെ താത്വിക ആചാര്യത്തിൻ്റെ കാശ് നടത്താൻ ഗോവിന്ദൻ മാഷും ബേബിയും മതി. അത് പാർട്ടിയുടെ അവസാനത്തെ താത്വിക ആചാര്യ സദസ്സായിരിക്കും. അങ്ങനെ സദസ്സിലെ 2 അംഗങ്ങളുണ്ടെന്നല്ലാതെ ഈ നാടിന് പ്രയോജനമില്ലാത്തൊരു സർക്കാർ. ആ സർക്കാരിനെ എന്ന് വിചാരിച്ച് നമ്മൾ സർക്കാരിന് 1 കൊല്ലം കൂടി ഉള്ളൂന്ന് നമ്മൾ ഉണ്ടായിരിക്കരുത്. അല്ലെങ്കിൽ എന്താ അറിയോ, 1 കൊല്ലം കഴിയുമ്പോഴേക്കും ഞാനും നിങ്ങളൊക്കെ കാട്ടാനയുടെയോ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടും. അതുകൊണ്ട് നമ്മളൊന്നും 1 കൊല്ലം നിൽക്കണ്ട. ഇവൻ്റെ ഈ സർക്കാരിൻ്റെ അന്ത്യകൂടാശ നടത്തണമെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണമല്ലോ, വന്യജീവികളുടെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെടണമല്ലോ. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് UDF ആഹ്വാനം ചെയ്ത ഈ ജില്ലാ തലത്തിലുള്ള മാർച്ചുകൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും മലയോര പ്രദേശമായ നെന്മാറ ഉൾക്കൊള്ളുന്ന ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് തന്നെ ഈ മാർച്ച് നടത്താൻ UDF തയ്യാറായത്. ഈ യാത്ര വിജയിപ്പിച്ച എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഈ പൊരി വെയിലത്ത് പങ്കെടുത്തുകൊണ്ട് ഇന്നിവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് വേണ്ടി വന്നത് പന്തൽ കെട്ടാനുള്ള അനുവാദം പോലും പോലീസ് തന്നിട്ടില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ 1 കൊല്ലം കൂടെ വെയിലത്തിരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് 1 കൊല്ലം ഞങ്ങളങ്ങ് സഹിച്ചോളാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു നാളെ കണക്ക് പറയേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ മാർച്ച് ഒരിക്കൽ കൂടെ ഒരു വെയിലത്ത് വിജയിപ്പിച്ച് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.